പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സോഫ്റ്റ് സിൽക്കിൽ ഒരു അഫോർഡബിൾ പ്രൈസിലുള്ള സാരീസാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാം പേസ്റ്റ കളേഴ്സാണ്, പക്ഷേ രണ്ട് റേറ്റിലുള്ള കേട്ടോ. അതായത് അതിൻ്റെ മെറ്റീരിയലിൽ ഡിഫറൻസ് ഉണ്ട്, വർക്കിൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ കളേഴ്സ് എല്ലാം പേസ്റ്റ് ഷെയ്ഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ സാരിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് ഇങ്ങനെ വരുന്നു. പല്ലുവും ഇതേ രീതിയിൽ ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും അതുപോലെ ഡിസൈൻ വേറെ ടൈപ്പിൽ ഡിഫറെൻറ്റ് ഡിസൈനിലും കാണിക്കുക. ഇതിപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരിയുടെ തന്നെ മറ്റൊരു ഷെയ്ഡാണ്, പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 789 ബ്ലൗസ് പീസ് ഉണ്ട്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ബാക്കിയെല്ലാം ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയുടെ അത്രയും എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇതാണ് ഫ്ലേറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. പിന്നെ ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വരുന്നു. പീച്ച് ഷെയ്ഡാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡിസൈൻ സെയിം തന്നെ. പിന്നെ എംബ്രോയ്ഡറി വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോഡി പാർട്ടിൽ, അതുപോലെ പല്ലുവിൽ, പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒത്തിരിയൊന്നും ഡിസൈൻസ് വരുന്നില്ല. റേറ്റ് വരുന്നത് 789 വിത്ത് ബ്ലൗസുമാണ്. ഇതൊരു ലൈറ്റ് ബേജ് ഷെയ്ഡിലാണ് വരുന്നത്. ഞാൻ ഈ സാരികളൊന്നും വിടർത്താത്ത എന്നാന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഈ ഡിസൈൻസാണ്, അതുപോലെ ഡാസിൽസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് വിടർത്താതിരിക്കുന്നത്. വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. റേറ്റ് വരുന്നത് 789 വിത്ത് ബ്ലൗസ് ഉണ്ട്. വിത്ത് ബ്ലൗസ് റണ്ണിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ബ്ലൂവിഷ് ഗ്രീൻ ഷെയ്ഡിലാണ്. വെയ്റ്റ്ലെസ് ആണ്, ട്രാൻസ്പെറൻ്റ് അല്ല, അതുപോലെ ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലുമാണ്. അപ്പോൾ നമുക്കിത് ഏത് പ്രായക്കാർക്കും അനുയോജ്യമായ ഒരു മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നതും. അതുപോലെ ഡിസൈൻസും അങ്ങനെ തന്നെയാണ്. ഒത്തിരി ഓവറായിട്ടുള്ള ഡിസൈൻ ഇല്ല. ഞാൻ വേറെ ചെയ്തിരിക്കുമ്പോൾ കാണുമ്പോൾ അറിയാലോ. അതുപോലെ പല്ലുവിലും വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് വരുന്നുള്ളൂ. ഇതും ലൈറ്റ് ബേജ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈനിൽ സ്വല്പം ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ വേറൊരു കളറോടെ കാണിച്ചു തരുന്നത്. വേറൊരു ഡിസൈനിലാണ്, ഇത് മറ്റൊരു ഡിസൈനും. ഇതൊരു പിങ്ക് ഷെയ്ഡിലാട്ടോ വന്നിരിക്കുന്നത്. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. റേറ്റ് എല്ലാം സെയിം തന്നെ, ബാക്കിയെല്ലാം സെയിം തന്നെ, പക്ഷേ ഇതിൻ്റെ ഡിസൈനിലുള്ള ഡിഫറൻസ് മാത്രം. ചിക്കു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. പിസ്ത ഗ്രീൻ ഷെയ്ഡിലാട്ടോ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒരു സിൽക്കിൻ മെറ്റീരിയലിലാട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ട്രാൻസ്പെറൻ്റ് അല്ല, ഒതുങ്ങി കിടക്കുന്ന നമുക്ക് ഏത് പ്രായക്കാർക്ക് അനുയോജ്യമായൊരു മെറ്റീരിയലാണ്. റേറ്റ് വരുന്നത് 789 ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് വിടർത്തി കാണിക്കാത്തത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ സെയിം തന്നെ ആയിട്ടാട്ടോ. ഞാനത് ഒന്നുകൂടെ പറയുക, കാരണം ഞാനത് വിടർത്തി കാണിച്ചിട്ടില്ല. ഇതെല്ലാം സെയിം തന്നെയാണ്. കൂടുതലായിട്ട് ഇതിലൊന്നും വർക്കുകളൊന്നും വരുന്നുമില്ല. വിത്ത് ബ്ലൗസുമാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. പ്ലെയിൻ ആണ്, ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. റേറ്റ് വരുന്നത് 789 ഇതൊരു സാൻഡൽ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്കിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. 789 റേറ്റിൽ വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നു. ഇതിൽ ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരിക. ഇത് പല്ലു പോർഷനാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരിയുടെ അതേ ഡിസൈനിൽ മാത്രം മാറ്റമുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇതുണ്ടോ, ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് നമ്മുടെ ബോഡി ഭാഗത്ത് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്, അതുപോലെ പല്ലുവിൽ വരുന്നുണ്ട്. അതും ഇതിൻ്റെ ഡിസൈനിലും കളറിലും മാറ്റമുണ്ട്. റേറ്റ് സെയിം തന്നെ. ഇത് റേറ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട്, ഡിസൈനിലും ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിലൊരു കട്ട് വർക്കാട്ടോ വരുന്നത്. ഈ ഫ്ലവർ വരുന്നത് ഒരു കട്ട് വർക്കിലാണ്. സെൽഫായിട്ടുള്ള കട്ട് വർക്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെ ഒരു ഫ്ലവർ, അങ്ങനെയാണ് ഇതിൻ്റെ വരിക. ഇതിൻ്റെ റേറ്റിലെ ഡിഫറൻസ് വരുന്നുണ്ട്. 1045 ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഈ ഡിസൈനാണ് ലോവർ പോർഷനിൽ ഈ ഭാഗം വരെ ഈ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇതുണ്ടോ, ഹാഫായിട്ട് തന്നെ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വരുന്നത്. ഇത് ഒരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം കട്ട് വർക്കാണ് കേട്ടോ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഞാനിതെല്ലാം വിടർത്തുന്നില്ല. ഞാൻ ഇപ്പോൾ കാണിച്ച ആ സാരി, ഞാൻ ഫുൾ സാരി ഞാൻ വിടർത്തി കാണിച്ചിരുന്നു. അതേ സാരി തന്നെ
കളറിൽ മാത്രം മാറ്റമുള്ളൂ. റേറ്റ് 1045 വരുന്നു. ഇതിൻ്റെ പല്ലു പോർഷനാണ്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഒരു സ്വല്പം ഗ്രീൻ ബ്ലെൻഡ് ചെയ്തൊരു ബ്ലൂ. അപ്പോൾ ഇതിൻ്റെ വർക്ക് വരുന്നത് എങ്ങനെയാണ്? ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ട്രാൻസ്പെറൻ്റ് അല്ല, അതുപോലെ വെയ്റ്റ്ലെസ്സും ആണ് ഈ മെറ്റീരിയൽ. പിന്നെ കട്ട് വർക്കാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. കട്ട് വർക്കാണ്. ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും കട്ട് വർക്ക് തന്നെ, സെൽഫായിട്ടുള്ള കട്ട് വർക്ക് വന്നിരിക്കുന്നു. അതുപോലെ അതിലൊരു വൈറ്റ് ഫ്ലവർ, നല്ലൊരു ഫ്ലവറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഈ ഡിസൈൻ സെയിം തന്നെയാണ്, കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. പിന്നെ ഇത് ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളറിലാട്ടോ ഇതെല്ലാം വന്നിരിക്കുന്നത്. പേസ്റ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നതും. റേറ്റ് വരുന്നത് 1045 ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതാണ് മെറ്റീരിയൽ. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. കട്ട് വർക്കാണ്. കട്ട് വർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വൈറ്റ് ഫ്ലവറാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1045. ഇതൊരു ചിക്കു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ കട്ട് വർക്കാണ്. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഞാനിത് മുഴുവൻ വിടർത്താത്തത്. ഇതിൽ ഞാൻ ഒരെണ്ണം വിടർത്തി കാണിച്ചായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനുകളെല്ലാം വരുന്നത്. പിന്നെ ഇതിൻ്റെ പല ഡിസൈൻസ് പലതവണ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഒത്തിരി ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. ഏത് പ്രായക്കാർക്ക് അനുയോജ്യമാണ്. നമുക്ക് വെയർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. വാഷ് ചെയ്യാം. ഇതെല്ലാം ഇതിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ ഞാനിത് പലതവണ കാണിച്ച കാരണമാണ് കേട്ടോ. ഞാൻ ഒന്നോടെ പറയാം, മുഴുവൻ വിടർത്താത്തത് അതുകൊണ്ടാണ്. ഇത് കാണുന്ന വർക്കുകൾ, അതുപോലെ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കുകളും ഇതിൽ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1085 വരുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.